പ്രിയരെ, ഇത് പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുവാൻ കഴിയുന്ന ഒരു ഭാഷയെക്കുറിച്ചാണ്. അങ്ങനെ ഒരു ഭാഷ ഈ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവതിരുവചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഭാഷ എല്ലാവർക്കും മനസ്സിലാകാൻ കഴിയാതെ ഈ ലോകത്ത് വിവിധങ്ങളായി ഭിന്നിമാറിയതിൻ്റെ പിന്നിൽ മനുഷ്യൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ ചരിത്രമുണ്ടെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം ദൈവമായ കർത്താവിൻ്റെ സ്വർഗത്തോളം എത്തുന്നൊരു ഗോപുരം പണിയുവാൻ നിമ്രോദ് എന്ന് പറയുന്നൊരു മനുഷ്യൻ തീരുമാനമെടുക്കുന്നു. നോഹയുടെ പുത്രന്മാരിൽ ഒരാളാണ് നിമ്രോദ്. അങ്ങനെ നിമ്രോദ് തൻ്റെ കൂട്ടരെയും സഹോദരങ്ങളെയും വിളിച്ചുകൂട്ടി അക്കാലത്ത് അവൻ കണ്ടെത്തിയ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു മണ്ണ് കുഴച്ച് ചുട്ടെടുത്ത് കട്ടിയുള്ള ഇഷ്ടിക ഉണ്ടാക്കുവാൻ അവൻ പഠിച്ചിരുന്നു. ആ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവൻ ഗോപുരത്തിന് നിർമ്മാണം തുടങ്ങി. തിരുവചനം പറയുന്നു, ദൈവത്തിന് മനുഷ്യനെ കാണുവാൻ വേണ്ടി മണ്ണിലേക്ക് ഇറങ്ങി വരേണ്ടതായി വന്നു. ദൈവമായ കർത്താവ് എന്തു ചെയ്തു? ദൈവം ആ നിമിഷം മനുഷ്യന്റെ ഭാഷയെ വിവിധങ്ങളായി ദൈവം ചിതറിച്ചു കളഞ്ഞുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അപ്പം മനുഷ്യൻ ദൈവത്തിൻ്റെ ആലയത്തോളം എത്തിച്ചേരുവാൻ പറ്റുന്ന ഒരു ഗോപുര നിർമ്മിതിക്കകത്ത് ഏർപ്പെട്ടപ്പോൾ ദൈവത്തെ മറക്കുകയും ദൈവത്തിൻ്റെ കൃപാവരം ഇനി തൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല എന്നവൻ നനയ്ക്കുകയും ചെയ്ത സമയത്ത് ദൈവം അവനിൽ നിന്ന് ദൂരേക്ക് മാറിപ്പോവുകയാണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ഒരുപാട് അകന്നു പോവുകയാണ്. ദൈവം അപ്പോഴാണ് അവൻ്റെ ഭാഷയെ വിവിധ ഭാഷകളായി ചിതറിച്ച് കളയുന്നത്. പ്രിയപ്പെട്ടവരെ, പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ആ ഗോപുര നിർമ്മാണം അവിടെ കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇഷ്ടിക ചോദിക്കുന്നവന് ചാന്ത് കൊടുക്കുന്നു, ചോദിക്കുന്നവൻ്റെ കയ്യിൽ ഇഷ്ടിക കൊടുക്കുന്നു, വെള്ളം ചോദിക്കുന്നവൻ്റെ കയ്യിൽ ഇഷ്ടിക കൊടുക്കുന്നു. അങ്ങനെ അവർ പരസ്പരം കലഹിക്കുവാൻ തുടങ്ങി. കലഹം ആ നിർമ്മാണ പ്രവൃത്തിയെ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്തു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷ നമുക്കിടയിൽ സംസാരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒട്ടുമുക്കാലും കുടുംബങ്ങൾക്കകത്ത് കലഹങ്ങളും ബഹളങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാകുന്നില്ല. ഇനി മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്കോ സഹോദരൻ പറയുന്നത് സഹോദരിക്കോ മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു കുടുംബം എന്ന് പറയുന്നത് കലഹത്തിൻ്റെ വിളനിലമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കുവാൻ പറ്റുന്നൊരു ഭാഷ നമ്മളുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. ഇത് നമുക്കെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തിരികെ എടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റും? അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായം. പെന്തക്കോസ്ത് ദിവസം അപ്പോസ്തലന്മാരെല്ലാവരും ഒരു മുറിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റിൻ്റെ ഇരമ്പൽ പോലെ ഒരു സ്വരം അവർ കേട്ടു. അവരിയ്ക്കുന്ന മുറിക്കകത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു. എങ്ങനെയാണ് വരുന്നത്? അഗ്നിനാവ് പോലെ അവരുടെ നെറ്റിത്തടങ്ങളിൽ കാണപ്പെട്ടു. അവരോരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ ഉറക്കെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങി. വിവിധ ഭാഷകളിൽ അവർ സംസാരിക്കുവാൻ തുടങ്ങി. ഈ ശബ്ദം കേട്ട് ജെറൂസലേം ദേവാലയത്തിൻ്റെ മുറ്റത്ത് ദൈവത്തെ ആരാധിക്കുവാൻ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഒരുമിച്ചുകൂടി അനേകം ജനപദങ്ങൾ ആ മുറിയുടെ അരികിലേക്ക് ഓടി വരുമ്പോൾ താങ്കളുടെ ഭാഷയിൽ അപ്പോസ്തലന്മാർ പറയുന്നത് അവർക്ക് കേൾക്കുവാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, അഹങ്കാരം അടയാളം അവകാശവുമാക്കി മാറ്റി ജീവിച്ച നിമ്രോദിന്റെ കാലത്ത് ചിതറിക്കപ്പെട്ട ഭാഷ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലന്മാരുടെ മേൽ എഴുന്നള്ളി വന്നപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ചിതറിക്കപ്പെട്ട ജനപദങ്ങൾക്ക് താങ്കളുടെ ഭാഷയിൽ ഒരു ഏക ഭാഷ സംസാരിക്കുന്ന ദിനം പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലാണ് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമ്പോഴാണ് ഭാഷയുടെ സംയോജനം ഉണ്ടാകുന്നത്.
ഇന്ന് നിങ്ങളുടെ കുടുംബത്ത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുന്നൊരു ഭാഷയുണ്ടാകണമോ? നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ട് പറ്റണമോ? അതിനൊരൊറ്റ മാർഗമേ പ്രിയപ്പെട്ടവരെ ലോകത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും വന്ന് നിറയുന്ന അനുഭവം ഉണ്ടാകണം. എപ്പോഴാണോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിന്നെ വിട്ടകന്നു പോകുന്നത്, അവിടെ നിനക്ക് പരാജയമുണ്ടാകും, അവിടെ നിനക്ക് ഭാഷാ വ്യത്യാസമുണ്ടാകും, അവിടെ നിന്റെ ഇടയിലേക്ക് കലഹം കൂടുകൂട്ടുവാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് മനുഷ്യനും തമ്മിൽ മനസ്സിലാകണമെന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കിടയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയുണ്ടാകണം. ആ ഭാഷ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ദാനമായി നൽകുന്ന ഭാഷയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും അധികം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെയാണ്. ദാവീദ് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് അകന്നു പോകരുതേ, അങ്ങയുടെ ആത്മാവിൻ്റെ കൃപാവരം എന്നിൽ നിന്ന് അകന്നു പോകരുതേ. ആത്മാവിൻ്റെ കൃപ അകന്നുപോയ സാവൂളിൻ്റെ ഗതികേട് എന്താണെന്ന് ദാവീദ് കണ്ടവനാണ്. സാവൂള് ചിത്തരോഗിയായിട്ട് മാറുകയാണ്, ചിത്തഭ്രമം പിടിക്കുകയാണ്. അവൻ്റെ മേൽ ദുരാത്മാവ് വന്ന് അധിവസിക്കുകയാണ്, കലഹക്കാരനായിട്ട് മാറുകയാണ് സാവൂള്. ഈ ഗതികേട് കണ്ടവനാണ് ദാവീദ്. അതുകൊണ്ടാണ് അവൻ പാപം ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ വന്നു വസ്ത്രം കീറിക്കൊണ്ട് ദാവീദ് ഉറക്കെ പറയുന്നത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഏത് മനുഷ്യന് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നോ അവൻ്റെ ഉള്ളിലേക്ക് പൈശാചികത കടന്നു വരും. അവൻ എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഭാഷ അവൻ്റെ ജീവിതത്തിൽ ആദ്യം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ബന്ധങ്ങൾക്ക് നടുവിൽ ആത്മാവിൻ്റെ കൃപാവരത്തെ തിരികെ കൊണ്ടുവരിക, എല്ലാവർക്കും മനസ്സിലാകുന്നൊരു ഭാഷയുടെ ഉടമയാകുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് മടക്കി നൽകണമേ. ഒരിക്കലും ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിന്ന് വിട്ടകന്നു പോകരുതേ. ആത്മാവിൻ്റെ കൃപയും വിശുദ്ധിയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. മനസ്സിലാക്കുവാൻ പറ്റുന്നൊരു ഭാഷ നൽകണമേ. ആമേൻ.